وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമളാനിൻ്റെ ഈ നാളുകളിൽ ഇബാദത്തുകളിലായി കഴിഞ്ഞുകൂടുവാനും നന്മകൾ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കാനും അതിനായി ഒരുങ്ങാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകി. നമ്മൾ നന്മ പ്രവർത്തിക്കുന്നു എന്ന് അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി പറയാൻ ധൈര്യമില്ലാത്തവരാണ്. പക്ഷെ നമുക്കൊക്കെ നന്മ സമ്പാദിക്കണമെന്ന്, നന്മ പ്രവർത്തിക്കണമെന്ന്, നന്നാകണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരവസരം നമുക്ക് വന്നു കിട്ടിയപ്പോൾ ആവേശത്തോടുകൂടി അതിനെ ഉപയോഗപ്പെടുത്താൻ നമ്മളൊക്കെ തയ്യാറായത്. പരിശുദ്ധ റമളാനിൻ്റെ നാളുകളെ ഉപയോഗപ്പെടുത്തി പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ ഓതിക്കേട്ട് മനസ്സിലാക്കി നമ്മുടെ ജീവിതം മുഴുവനും അടിമുടി അള്ളാഹു ഇഷ്ടപ്പെടുന്ന നിലയിൽ മാറ്റിയെടുക്കണം. ജീവിതം മാറുമ്പോഴാണ്, ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകുമ്പോഴാണ് നമ്മൾ ഓതിയ ഖുർആൻ കബൂലായി എന്ന് നമുക്ക് മനസ്സിലാവുക. നമ്മൾ നിസ്കരിച്ച നിസ്കാരങ്ങളൊക്കെ കബൂലായി എന്ന് നമുക്ക് മനസ്സിലാവുക. ഒരാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് കുറേ ദിവസം ചികിത്സിച്ചു, കുറേ മരുന്നുകൾ അയാൾ ഉപയോഗിച്ചു. അതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ആശ്വാസമൊന്നും നമുക്കുണ്ടാകാറില്ല. കുറച്ച് ദിവസം ആശുപത്രിയിൽ കടന്നു, കുറേ മരുന്നുകളൊക്കെ അദ്ദേഹത്തിന് ഉപയോഗിക്കേണ്ടി വന്നു. അൽഹംദുലില്ലാഹ്, ആരോഗ്യപരമായി ഞാൻ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ മാറി, ആരോഗ്യം വീണ്ടു കിട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിലാണ് സന്തോഷിക്കാൻ കഴിയുക. കൂടുതൽ ദിവസം കിടന്നതിൻ്റെ പേരിലോ കൂടുതൽ ദിവസം മരുന്ന് കുടിച്ചതിൻ്റെ പേരിലോ ഒരാൾക്കും ആശ്വാസത്തിന് വകയില്ല. അത് ഫലപ്പെടുമ്പോഴാണ്, എഫക്റ്റ് ആകുമ്പോഴാണ് ആശ്വസിക്കാനും സന്തോഷിക്കാനും ഒക്കെ വകയുണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് 27 നോമ്പെടുത്തു. ഇമാം അവറുകളുടെ ദുആയിൽ അദ്ദേഹം അവസാനം പറഞ്ഞ അല്ലാഹുമ്മ ഇന്നാ ഖദ് വസൽനാ ഇലാ ആഖിരി ഷഹ്രി റമളാൻ. പടച്ചവനെ, ഞങ്ങളിതാ റമളാനിൻ്റെ അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റമളാൻ അവസാനിക്കുകയാണ്. റമളാൻ എന്തിനു വേണ്ടിയായിരുന്നു അള്ളാഹു നമുക്ക് തന്നത്? ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമ്മളിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അത് ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ നോമ്പിൻ്റെ എണ്ണം നോക്കിയിട്ടോ നിസ്കാരത്തിൻ്റെ എണ്ണം നോക്കിയിട്ടോ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളുടെ എണ്ണം നോക്കിയിട്ടോ അല്ല, ആ ഇബാദത്തുകൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റം തന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇന്ന് നമ്മൾ ഓതിയ പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുകളിൽ അള്ളാഹു ആവർത്തിച്ച് നമ്മെ ഉണർത്തുന്നതും ബോധ്യപ്പെടുത്തുന്നതും അതാണ്. നമ്മുടെ സ്വഭാവ സംസ്കാരങ്ങളെ സംബന്ധിച്ചിട്ടും പെരുമാറ്റ രീതികളെക്കുറിച്ചിട്ടും, ആ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ നന്നായാൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയൂ. അഥവാ അവിടെ എങ്ങാനും നമുക്ക് പോരായ്മകളോ കുറവുകളോ വന്നു പോയാൽ അതിൻ്റെ പേരിൽ നരകത്തിൽ പോകേണ്ടി വരും എന്നൊക്കെ നമ്മൾ പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുകളിൽ ആവർത്തിച്ച് കേട്ടു. ഈ ആശയം തന്നെ അള്ളാഹു വീണ്ടും വീണ്ടും അടുത്ത സൂറത്തുകളിൽ നമ്മോട് ആവർത്തിച്ച് പറയുകയാണ്. ഇന്നലെ നമ്മൾ പരിശുദ്ധ ഖുർആനിൽ നിന്നും കേട്ട വചനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തെക്കുറിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ ഭാര്യമാരിൽ, മക്കളിൽ നമുക്കുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചിട്ട് പറഞ്ഞു. നമ്മൾ നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും പള്ളിയിൽ വന്ന് എത്തിക്കാഫിരിക്കുകയും വഅദുൻ നസീഹത്തും ഉറുദിയും ഒക്കെ കേൾക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ നമ്മൾ ഭാര്യമാരുമായുള്ള പെരുമാറ്റം നന്നാകേണ്ടതുണ്ട്, കുടുംബജീവിതം നന്നാകേണ്ടതുണ്ട്. മക്കളുടെ കാര്യത്തിൽ, മക്കളുടെ തർബിയത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരു നല്ല ഭർത്താവായി മാറേണ്ടതുണ്ട്. ഒരു പക്ഷേ ബുദ്ധി കുറവിൻ്റെയും അറിവ് കുറവിൻ്റെയും പേരിൽ ഭാര്യമാരിൽ നിന്നും എന്തെങ്കിലും അബദ്ധങ്ങളോ അവിവേകങ്ങളോ സംഭവിച്ചാലും അവരോട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട്
പുറത്തു കൊടുത്തുകൊണ്ട് നല്ല പെരുമാറ്റത്തിലൂടെ അവരെ ഇണയാക്കി ഒന്നിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കണം എന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. ഒക്കെ ഖുർആനായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകിൽ ഖുർആനായത്ത് ഓതി നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ ഖുർആനിനെ പ്രയോഗത്തിൽ നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും തങ്ങളുടെ സ്വഭാവവും മുൻനിർത്തി നമ്മൾ പറയും. ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം, ഭർത്താക്കന്മാർ ഭാര്യമാരെ നല്ല നിലയിൽ സഹകരണത്തോടുകൂടി ഒരുമിച്ച് കൂട്ടി കൊണ്ടുപോകാൻ ശ്രമിക്കണം എന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ ആലോചിച്ചു, നമ്മൾ ആദ്യമായിട്ട് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയ ഉടനെ പടച്ചോൻ ഇന്നലെ കേട്ടതിന് തിരുത്താൻ വേണ്ടിയിട്ട് പറയും പോലെയാണ്. യാ അയ്യുഹൻ നബിയു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക് തബ്തഗി മർളാത അസ്വാജിക്. ഇന്നലത്തെ പ്രസംഗത്തിൽ ഭാര്യമാർക്ക് നിങ്ങൾ ഖിദ്മത്ത് ചെയ്യണം, ഭാര്യമാർക്ക് നിങ്ങൾ അല്പം സ്നേഹം കൊടുക്കണം, അവരുടെ ഇഷ്ടങ്ങളൊക്കെ പരിഗണിക്കണം. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, ചിലപ്പോൾ നമ്മൾ ഭാര്യമാരുടെ മുമ്പിൽ മണ്ടന്മാരാകണം, കഴിയുന്നിടത്തോളം ഭാര്യമാരുടെ മുമ്പിൽ നമ്മൾ തോറ്റു കൊടുക്കണം. അതൊക്കെയാണ് കുടുംബജീവിതം നന്നാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. ഇന്ന് ഇശാ നിസ്കാരത്തിൽ കൈകെട്ടിയിട്ട് ഉസ്താദ് അവറുകൾ ഓതിയപ്പോൾ അതിൻ്റെ ബാക്കിയിൽ യാ അയ്യുഹൻ നബിയു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക് തബ്തഗി മർളാത അസ്വാജിക്. സംഗതി ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറണമെന്നൊക്കെ ശരിയാണ്, ഭാര്യമാരെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. ചിലപ്പോഴെങ്കിലും അവരുടെ വാക്കുകൾക്കും ഇഷ്ടങ്ങൾക്കും പൊട്ടം കളിച്ച് താണുന്ന് കൊടുക്കണമെന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ നബിയെ ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക് തബ്തഗി മർളാത അസ്വാജിക്, ഭാര്യയുടെ ആശകളും ആഗ്രഹങ്ങളും ഓർഡറുകളും കൽപ്പനകളുമൊക്കെ പാലിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ നട്ടലും ആണത്വവും ഒക്കെ പണയം വെച്ചിട്ട് അങ്ങനെ അങ്ങ് വഴിപ്പെട്ടു കൊടുക്കരുത് എന്നാ പറഞ്ഞത് പടച്ചോൻ. യാ അയ്യുഹൻ നബിയു. ചിരിക്കുന്നുണ്ട് ചിലരെങ്കിലും, കാരണം ഇന്നലെ കേട്ടപ്പോൾ ഒരാളെന്നോട്, ഞാൻ രാത്രി വലിയ ഭക്തിയോടുകൂടി 27 രാവിലെ ഖുർആൻ ഓതുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ചോദിക്കുക, എന്താ ഇന്ന് ഓള് സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി തന്നിനോ, ഓൾ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡൊന്ന്. ഞാൻ പറയും ഏത് ഫുഡ്? അപ്പോൾ ഞാൻ വിചാരിച്ചു പടച്ചോനെ ഇന്ന് നോമ്പ് തുറക്കി എന്തെങ്കിലും കടി ഇയാടെ വകയായിട്ട് വല്ലതും വന്നോ, ഒന്നും ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെയും ചോദിക്കാം. അപ്പം എന്നോട് പറയാം, അല്ല ഓളെ വല്ലാണ്ട് പൊന്തിച്ച്, പെണ്ണുങ്ങളെ വല്ലാണ്ട് പൊന്തിച്ച്, നമ്മളെ വല്ലാണ്ട് താത്തി പ്രസംഗിച്ചല്ലോ, വല്ല സ്പെഷ്യൽ ഫുഡോ വല്ലതും കിട്ടിയോ. 27 രാവ് ബാത്തിലായിപ്പോയി. ഞാൻ വേഗം കൂറാൻ മടക്കി വെച്ചിട്ട് എറിഞ്ഞൊക്കെ പോയി കിടന്നു. ശരിയാണ്, നമുക്ക് തോന്നിപ്പോകാം നമ്മൾ പുരുഷന്മാർ ഭാര്യമാരുടെ മുമ്പിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ചിലപ്പോൾ പൊട്ടം കളിച്ചിട്ട് അവരുടെ വീട്ടുജോലികളിൽ സഹായിക്കണമെന്നും അവരുടെ അവിവേകങ്ങളൊക്കെ പുറത്തു കൊടുക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പം നമ്മൾ അത്ര മോശക്കാരാണോ എന്നൊരു ഈഗോ, എന്നൊരു ചോദ്യം. ഒരു വലിയ പണ്ഡിതൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗിക്കുമ്പോൾ എന്താ പറയുന്നത് അറിയോ? നമ്മൾ ഭാര്യമാർക്ക് ഖിദ്മത്തെടുക്കണം, ഭാര്യമാർക്ക് നമ്മൾ സഹായം ചെയ്യണം. റസൂലുള്ളാഹിൻ്റെ സുന്നത്ത് ഇങ്ങനെയാണ്. അയാൾ സദസ്സിൽ നിന്ന് ചാടി എണീച്ചിട്ട് പറഞ്ഞു, പിന്നെ അല്ലെങ്കിൽ തന്നെ ഓൾ എന്നെ അടിമപ്പണി എടുപ്പിക്കുക, ഇനി പള്ളി വന്ന് നിങ്ങളെ പ്രസംഗം കേട്ടിട്ട് കൂടുതൽ അടിമയാകാനോ, എനിക്ക് ഈ പ്രസംഗം വേണ്ട. എഴുന്നേറ്റ് പോയാൾ. വേറൊരാൾ നല്ല നിലയിൽ ജീവിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നിസ്കാരവും നിലയും നോമ്പും സക്കാത്തും ഒക്കെ കൊടുത്ത് നല്ല മനുഷ്യനായി ജീവിക്കുകയായിരുന്നു. ജീവിച്ചുകൊണ്ടേ ഇരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അദ്ദേഹം പള്ളിയിൽ വരാതെയായി. അപ്പോൾ ഉസ്താദിന് സംശയം, എന്താണ് അയാൾ പെട്ടെന്ന് പള്ളി നിർത്തിയത്? അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പം പള്ളിയിലുള്ള ആളുകളുടെ പെരുമാറ്റത്തിൻ്റെ നന്മയുടെ കടുപ്പം കൊണ്ട് ചില സഹോദരങ്ങൾ പള്ളിയിൽ വരാണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മളെ സഹിക്കുന്നത് വലിയ പ്രയാസമാണ്. പള്ളിയിലേക്ക് കയറുമ്പോൾ ഞാൻ തമാശിക്കുന്നില്ല, നമ്മുടെ സുഹൃത്തുക്കളോട് പറഞ്ഞ്, കുട്ടികൾ ഇങ്ങോട്ട് വരുമ്പോൾ പാൻറ്റ് പൊക്കട, പാൻറ്റ് മടക്കട, കാലങ്ങോട്ടാക്കട, കൈ ഇങ്ങോട്ടാക്കട, ഇങ്ങോട്ട് തിരിയട, അങ്ങോട്ട് തിരിയട. ഈ കമാൻഡിങ്ങും ഈ പട്ടാളച്ചിട്ടയൊക്കെ കേൾക്കുമ്പോൾ ഈ കുട്ടികൾ വിചാരിക്കുക, എന്തിനാ വെറുതെ മെനക്കെട്ട് അവിടെ പോകേണ്ട ആവശ്യം, ഇതൊന്നുമില്ലാതെ പുറത്ത് സുഖമായി സ്വതന്ത്രമായി കളിക്കാനും ചിരിക്കാനും കൂട്ടുകെട്ടാനും നമ്മൾ ഇഷ്ടപ്പെടുന്നതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. 2 കൊല്ലം മുമ്പ് ഒരു സഹോദരൻ ഇവിടെ വന്നു, വളരെ മോശമായി ജീവിച്ച ഒരു സഹോദരൻ. അദ്ദേഹം അൽഹംദുലില്ലാഹ് നമ്മുടെയൊക്കെ ദുആയും പ്രസംഗമൊക്കെ കേട്ടിട്ട് ആ വൃത്തികേടുകളൊക്കെ മതിയാക്കി പള്ളിയിൽ വന്ന് നന്നാകാൻ ശ്രമിച്ചു. ഇത്തിക്കാഫൊക്കെ ഇരുന്നാൽ ഉഷാറായി. നോമ്പൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചില പരീക്ഷണങ്ങളൊക്കെ വന്നു. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, അതും കൂടെ കേൾക്കണം നമ്മൾ. ഇപ്പം നോമ്പിന് നന്നാകാമെന്ന് വിചാരിച്ചിരിക്കുന്ന നമ്മൾ എന്നും സ്വർഗമല്ല, എന്നും നമുക്ക് സ്വർഗമായിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കരുത്. ചിലപ്പോഴൊക്കെ
സ്വർഗത്തിൽ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി പടച്ചവൻ നമ്മളെ ഒന്ന് കഴുകി വൃത്തിയാക്കും, കശക്കി റെഡിയാക്കും അല്ലേ? നമ്മൾ അരി വൃത്തിയാക്കുന്ന പഴയ ഉമ്മമാരുടെ മുറത്തിൽ അവരിങ്ങനെ പാറ്റുകയും തൂറ്റുകയും ചെയ്യുക. പണ്ടത്തെ ഭാഷ അങ്ങനെ, ഇന്നത്തെ പുതിയ ഭാഷയിൽ അരിയോ നമ്മൾ കാണാറില്ല. അതിനല്ലേ മുറം കാണുന്നത്. മുറം എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ തലമുറയ്ക്ക് അറിയാൻ തന്നെ ഇല്ല. ഉമ്മമാർ അരി കഴുകുന്നതിന് മുമ്പും അവരുടെ മുറത്തിൽ ഇങ്ങനെ മെല്ലെ 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 പാറ്റിയും തൂറ്റിയും അതിൽ നിന്ന് കരടുകൾ കളയും. അത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അത് പഠിക്കണം, അത് നല്ലൊരു ഇൽമ. അത് അങ്ങനത്തെ ഇൽമൊന്നും നമ്മുടെ കുട്ടികൾക്കില്ല. നമ്മുടെ കുട്ടികൾക്ക് തോണ്ടാൻ മാത്രമേ അറിയൂ, വേറെ നല്ല കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മുടെ കുട്ടികളുടെ സ്കില്ലൊക്കെ വളരെ മോശമാണ്, വളരെ മോശമാകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തിരിച്ചറിവ് തരുമാറാകട്ടെ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ചില അടിമകളെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചാൽ, കബൂലാക്കാൻ തീരുമാനിച്ചാൽ, സ്വർഗത്തിൽ കയറ്റാൻ തീരുമാനിച്ചാൽ, അവൻ്റെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഒരുപാട് അഴുക്കുകൾ ഇങ്ങനെ കഴുകിക്കളയും. വലിയുമഹിസല്ലാഹു അല്ലദീന ആമനു വയംഹഖൽ കാഫിരീൻ. ഇതൊക്കെ ഞാൻ ഖുർആനായത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. വലിയുമഹിസല്ലാഹു അല്ലദീന ആമനു വയംഹഖൽ കാഫിരീൻ. ചില സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂമിനീങ്ങളെ പരീക്ഷിക്കും. ഇപ്പം ദുആ ചെയ്തപ്പം ഫലസ്തീനുകളെ കുറിച്ച് പറഞ്ഞു, ഞാൻ ആമീൻ ആമീൻ എന്ന് പറഞ്ഞു. പെട്ടെന്ന് മനസ്സിലൊരു നിരാശ, പടച്ചോനെ എത്ര കൊല്ലമായി ഞങ്ങൾ നിന്നോട് ഇങ്ങനെ ചോദിക്കുന്നു പടച്ചോൻ, എത്ര കൊല്ലം. ഈ പ്രാവശ്യമെങ്കിലും സമാധാനിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. കരാറൊക്കെ നിലവിൽ വന്നിട്ട് ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾ ഈ വർഷത്തെ നോമ്പെങ്കിലും സ്വസ്ഥമായി അനുഷ്ഠിക്കുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജൂത കാപാലികന്മാർ ആ പാവങ്ങളുടെ മേലെ വീണ്ടും ബോംബ് വർഷിച്ചല്ലോ. പടച്ചവനെ, ഇനി എന്നാ ഞങ്ങൾക്ക് ഖാലു ഊദീന മിൻ ഖബ്ലി അൻ തഅതിയനാ വമിൻ ബഅദി മാ ജിഅതനാ. മൂസ അലൈഹിസ്സലാം ഒക്കെ ജീവിച്ച് നടന്ന് പ്രവർത്തിച്ച ആ മണ്ണിലാണ് ഇന്ന് ഫലസ്തീനുകൾ വേദനകൾ അനുഭവിക്കുന്നത്. അവിടെ മൂസ അലൈഹിസ്സലാമയോടൊപ്പം പീഡനങ്ങളും വേദനകളും അനുഭവിച്ച ആളുകൾ ചോദിച്ചതുപോലെ, ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനു മഅഹു മതാ നസ്റുല്ലാഹ്. റസൂലിനെ വിശ്വസിക്കുകയും ആ മാർഗം സ്വീകരിക്കുകയും മുസ്ലിമായി എന്നൊറ്റ കാരണത്തിൻ്റെ പേരിൽ പീഡനങ്ങളും വേദനകളും അനുഭവിച്ച് അവസാനം അറിയാതെ അവർ ചോദിച്ചു പോകുന്നു, മതാ നസ്റുല്ലാഹ്, ഇനി എന്നാണ് പടച്ചവനെ അള്ളാഹുവിൻ്റെ സഹായം, ഇനി എന്നാ പടച്ചവനെ അള്ളാഹുവിൻ്റെ സഹായം. അറിയാതെ നമ്മൾ ചോദിച്ചു പോകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട എന്തിനാണ് പറഞ്ഞത്? എന്തിനാ ഫലസ്തീനിലേക്ക് പോയത്? നമ്മൾ എവിടെ പറഞ്ഞപ്പോൾ ഫലസ്തീനിൽ പോയി? ചില സഹോദരങ്ങൾ എന്തിന് 2 വർഷം മുമ്പ് നമ്മൾ സാധാരണഗതിയിൽ അള്ളാഹുവിനോട് വീണ്ടും 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 ചോദിക്കുക. നമ്മളെ പിന്നെയും അള്ളാഹു പരീക്ഷിക്കുകയാണ്, പരിശോധിക്കുകയാണ്. ഇങ്ങനെ കുറേ കാലം ചിലപ്പോൾ ഇങ്ങനെ കുടഞ്ഞ് വൃത്തിയാക്കിയിട്ടാണ് അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ അയക്കുക. അം ഹസിബുത്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും വയഅലമസ് സാബിരീൻ. അതുകൊണ്ട് റമദാനിൽ നന്നാകണമെന്ന് ആഗ്രഹിച്ചു, തൗബ ചെയ്തു, നേർവഴിയിൽ നടക്കാമെന്ന് തീരുമാനിച്ചു. ആ നല്ല ആവേശത്തോടു കൂടി റമദാൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പം ചെറിയ പരീക്ഷണം വരുമ്പം ഇതൊക്കെ നമ്മൾ രാജിവെക്കരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രാജിവെക്കരുത്. ഇതിലും നല്ലത് പഴയതായിരുന്നല്ലോ എന്ന തോന്നൽ ഒരിക്കലും നമുക്ക് ഉണ്ടാകരുത്. ഞാനിത് പറയാൻ കാരണം, ഞാൻ പറഞ്ഞ 2 കൊല്ലം മുമ്പ് പറഞ്ഞ ആ സഹോദരന് ഇവിടെ വന്നു, അങ്ങനെയൊക്കെ ഏകദേശം നന്നായല്ലോ, ഉഷാറായി. പുറത്ത് റമദാനിന് ശേഷം ചെറിയ പരീക്ഷണങ്ങൾ വരാൻ തുടങ്ങി, വിഷമങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ അവൻ്റെ ഒരു സുഹൃത്ത് ബാക്കി സുഹൃത്തെല്ലാം കൂട്ടിയിട്ട് വഴിയിൽ കാത്തു നിന്നു. ഇത് കഥയല്ല, ഉണ്ടായ സമയം കാട്ടി നിന്നു. എടാ, എന്തിനാ ഇങ്ങനെ മെനക്കെട്ടിട്ട് ഉള്ള സമയം പാഴാക്കുന്നത്? ആകെ ഒരു ജീവിതമേ ഉള്ളൂ, ഉള്ള സമയം അടിച്ചു പൊളിച്ചങ്ങ് ജീവിച്ച് തീർക്കാന്നല്ലാണ്ട് എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടും? ആടെ പോയാൽ ഉറക്കമൊഴിയണം, പട്ടിണി കിടക്കണം, പകല് പട്ടിണി കിടന്ന് ഉറക്കമൊഴിഞ്ഞ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഇതാ ഗതികേടെങ്കിൽ നമുക്ക് ആ പഴയത് തന്നെയല്ലേ നല്ലത് എന്ന് ചിന്തിക്കുമാറ് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പള്ളി മതിയാക്കും. മറ്റ് ചിലപ്പോൾ പള്ളിയിൽ വരുന്ന ആളുകളുടെ, ഇവിടുത്തെ കുറ്റികളുടെ, ഇവിടുത്തെ പഴമക്കാരുടെ പെരുമാറ്റവും കണ്ണുരുട്ടലും അവരുടെ ഡയറക്ഷനും അവരുടെ കമാൻഡിങ്ങും ഒക്കെ കാണുമ്പം എന്തിനാ ഈ മെനക്കെടുന്നതെന്ന് ആലോചിച്ചിട്ട് പഴയതുപോലെ പുറത്തങ്ങ് നടന്നാൽ പോരെ എന്ന് ചിലപ്പോൾ തീരുമാനം. ഏതായാലും ഒരു സഹോദരൻ, അത് പറഞ്ഞപ്പോഴും അങ്ങോട്ടൊക്കെ കയറി, ഒരു സഹോദരൻ നല്ല നിലയിൽ നിസ്കാരവും നിലയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയതായിരുന്നു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അയാൾ പള്ളി വരുത്ത് നിർത്തി, നിസ്കാരമൊക്കെ നിർത്തി, എല്ലാം മതിയാക്കിയപ്പം അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ആളുകൾ അങ്ങോട്ട് പോയി ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു വേറെ ഒന്നുമില്ല,
കുറച്ച് ദിവസമായി നമ്മൾ ഓള് നിസ്കാരം തുടങ്ങി, ദിക്ർ തുടങ്ങി, സലാത്ത് തുടങ്ങി, ഭയങ്കര ഔലിയാട്ടിയായി. ഞാനിങ്ങനെ വിചാരിച്ചു, സുബ്ഹാനല്ലാഹ്, ഇവള് നിസ്കാരവും നിലയും നോമ്പും ഒക്കെ എടുത്തിട്ട് നാളെ സ്വർഗത്തിൽ കയറിയാൽ ഞാനും സ്വർഗത്തിൽ പോയ ഓളെ ആടെയും സഹിക്കേണ്ടി വരൂല്ലേ റബ്ബേ. അതുകൊണ്ട് ഞാൻ ഓള് സ്വർഗത്തിലാണെങ്കിൽ തൽക്കാലം നരകത്തിൽ പോകാനങ്ങ് തീരുമാനിച്ചു. ഓള് പോകുന്ന സ്വർഗത്തിൽ എനിക്ക് വേണ്ട. വേറെ പ്രശ്നം, നിങ്ങൾ പള്ളിയായിട്ട് എനിക്ക് പണക്കമൊന്നുമില്ല, നിസ്കരിക്കണ്ടെന്ന് എനിക്ക് താല്പര്യമൊന്നുമില്ല. ഞാൻ ആലോചിച്ചു, ഇവള് സ്വർഗത്തിൽ പോയാലേ ഞാനും അതേ സ്വർഗത്തിൽ പോകാൻ തൽക്കാലം. ഞാൻ വിചാരിച്ചത് എങ്ങനെങ്കിലും പടച്ചവനെ മരിക്കുന്നത് വരെ ഇവിടുന്ന് സഹിച്ചിട്ട് മരിക്കുന്നതോടുകൂടി രക്ഷപ്പെടുമല്ലോ, സ്വസ്ഥമായി കബറിൽ പോയി കിടക്കാം അല്ലേ. സ്വസ്ഥമായി നമ്മൾ സുന്ദരമായ ബെഡ്റൂം ഉണ്ടാക്കി, എയർ കണ്ടീഷൻ, എല്ലാ അറയുടെ ഫർണിഷിങ്ങും ഉണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ രാത്രി ഒന്ന് വന്ന് കിടക്കാൻ വേണ്ടി കിടക്കുമ്പോൾ ചരിയുമ്പോഴായിരിക്കും സർന്ന് വിഷയങ്ങൾ വരിക. അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചു പോകും, പടച്ചവനെ അസ്രായേൽ ഒന്ന് വന്ന് എന്നെ അങ്ങ് കൂട്ടിക്കൊണ്ട് പോയിരുന്നെങ്കിൽ പള്ളിക്കാട്ടിലെ കുഴിയിൽ ഫർണിഷ്ഡ് അറയൊന്നും അല്ലെങ്കിലും സ്വസ്ഥമായിട്ട് കിടക്കാമല്ലോ എന്ന് അല്ലേ. ഇപ്പം എന്ന് പറഞ്ഞതുപോലെ ഒരു പക്ഷേ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുകയും അവരോട് നല്ല നിലയിൽ വർത്തിക്കുകയും ചെയ്യണമെന്ന് കേൾക്കുമ്പോൾ മറുഭാഗവും നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അള്ളാഹു പറയാണ്, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർളാത അസ്വാജിക വല്ലാഹു ഗഫൂറുർ റഹീം. അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കിയ ഒരു സംഗതിയെ പ്രസിഡന്റിനെ പേടിച്ചുകൊണ്ട് വേണ്ടാന്ന് വെക്കരുത്. ഹു ഈസ് ദ പ്രസിഡന്റ്? ആരാ പ്രസിഡന്റ്? അറിയോ ആരാ പ്രസിഡന്റ്? നമ്മൾ സാധാരണഗതിയിൽ പള്ളിയിൽ വന്നാൽ ഇവിടെ പ്രസിഡന്റ് ഞാനാണ്, പഞ്ചായത്തിൽ ഞാനാ പ്രസിഡന്റ്, ഇനി പാർലമെൻറ്റിൽ പോയാലും നമ്മളാ ചിലപ്പോൾ പ്രസിഡന്റ്. പക്ഷേ വീട്ടിൽ പോകുമ്പം അവിടെ പ്രസിഡന്റ്ഷിപ്പ് വേറെ ആക്കാം. അവിടെ നമ്മൾ പ്രസിഡന്റ് അല്ല. അവിടെ നമ്മുടെ പണി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഖജാൻജിയാണ്, ട്രഷററാണ്. നമുക്ക് കുടുംബത്തിൽ എന്താ ജോലി? ട്രഷറർ. ഭാര്യയും മക്കളും കൂടിയിരുന്ന് പാസ്സാക്കുന്ന ബഡ്ജറ്റിന് കൃത്യമായി കണക്കാക്കിയിട്ട് ആ ചെക്ക് ഒപ്പിട്ട് കൊടുക്കുക, പൈസ ബാങ്കിൽ നിന്ന് എടുത്ത് അവരെ കൊണ്ട് ഏൽപ്പിക്കാൻ. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ജോലി നമുക്കില്ല. പ്രസിഡന്റ് അവരാ, സെക്രട്ടറി മക്കളാ. നമ്മുടെ പണി ട്രഷറുടെ പണിയാണ്, ഖജാൻജിൻ്റെ പണിയാണ്. അള്ളാഹു പറയുക ഇന്നത്തെ വചനത്തിൽ, ഇനി മുലാമാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഖുർആൻ അർത്ഥം വെച്ചത് തെറ്റിപ്പോയെന്നൊന്നും ആരും കുറ്റപ്പെടുത്തുമൊന്നും വേണ്ട. അള്ളാഹു പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുടെ തൃപ്തിയെ മുൻനിർത്തിക്കൊണ്ട് ആണത്വം കളഞ്ഞു കളിക്കൊന്നും വേണ്ട. ഇന്നലത്തെ പ്രസംഗത്തിൽ അവരോട് കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞെന്ന് വിചാരിച്ച് തലയിൽ കയറി മുളകരയ്ക്കാൻ അനുമതി കൊടുക്കരുത്. മറുഭാഗം, ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക എന്നാണ്. നിന്റെ ഇഷ്ടത്തിനോ നിന്റെ ഇച്ഛയ്ക്കോ നിന്റെ താല്പര്യത്തിനോ നിന്റെ ആവശ്യങ്ങൾക്കോ അനുസരിച്ചിട്ടല്ല, അള്ളാഹുവിൻ്റെ നിയമത്തിൻ്റെ കാര്യത്തിൽ അവരുടെ മീതെ നിനക്കൊരു അധികാരം ഉണ്ടാകണം, ഒരു പവർ ഉണ്ടാകണം. നീ അവരെ നിയന്ത്രിക്കണം, അവരെ നീ നിലയ്ക്ക് നിർത്തണം. നീ ഒരിക്കലും ആ വിഷയത്തിൽ അവരുടെ മുമ്പിൽ താണുകൊടുക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല കർക്കശമായി പറയാം. അസാ റബ്ബുന അയ്യുബ്ദിലനാ എന്താ എല്ലാവരുടെയും ഇങ്ങനെ മൈൻഡ് ഡിസോർഡർ ആയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ നേരെയാക്കി തെരുമാറാകട്ടെ. അള്ളാഹു പറയാം, ഒരു പക്ഷേ ഇൻ തല്ലഖകുന്ന അൻ യുബ്ദലഹു അസ്വാജൻ ഖൈറൻ മിൻകുന്ന മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ സയ്യിബാത്തിൻ വഅബ്കാറ. എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവളുടെ തെറ്റായ ആലോചനകൾക്കും ആശകൾക്കും വഴങ്ങിക്കൊടുക്കാത്തതിൻ്റെ പേരിൽ അവൾ നിന്നെ പേടിപ്പിച്ചാൽ, അവൾ നിന്നെ കണ്ണുരുട്ടിയാൽ, അവൾ ഒരു പക്ഷേ നിന്നെ നിലക്ക് നിർത്താൻ ശ്രമിച്ചാൽ, നീ വളരെ ധൈര്യമായി അവളോട് പറഞ്ഞോളൂ, ധൈര്യമായി നീ വിശ്വസിച്ചോളൂ, പെണ്ണെ, നീ അല്ലെങ്കിൽ മറ്റൊരുപാട് പെണ്ണ് ഭൂമിയിലുണ്ട്, മുസ്ലിമായ അനുസരണയുള്ള നല്ലവളായ, നീ അല്ലാത്ത വേറെ പെണ്ണിനെ കിട്ടും. അല്ലാതെ നിന്റെ പ്രസിഡന്റ്ഷിപ്പിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാനൊന്നും ഞാൻ തയ്യാറില്ല എന്ന് ശക്തമായി നിലപാടെടുക്കണം കുടുംബത്തിൻ്റെ കാര്യത്തിൽ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാം. ശരിക്കും മനസ്സിലാക്കണം. പകുതി ഉറങ്ങി മനസ്സിലാക്കിയാൽ കുടുംബകലഹം വർദ്ധിക്കും, കുടുംബത്തിൽ കുഴപ്പമുണ്ടാവും. ഇത് കുടുംബകലഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ആണുങ്ങൾ അവരുടെ കയ്യൂക്ക് ഭാര്യമാരുടെ മേലെ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രസംഗിക്കുന്നതല്ല. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഭാര്യമാര്, നമ്മളുടെ മക്കള്, അവർ എന്ത് കഴിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം, എന്തുടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം, എന്ത് കാണണമെന്നും എന്ത് കണ്ടുകൂടാമെന്നും നമ്മൾ തീരുമാനിക്കണം, എന്ത് പ്രവർത്തിക്കണമെന്ന് എവിടെ പഠിക്കണമെന്ന് ഒക്കെ നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ പെൺമക്കൾ ഇന്ന് അണിഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ചിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ.
എപ്പോഴും ഞാനത് ചിന്തിക്കും, എപ്പോഴും ഞാനത് പറയണമെന്ന് വിചാരിക്കും. നമ്മുടെ പെൺകുട്ടികളുടെ ഇന്നത്തെ വസ്ത്രധാരണം, ആ വസ്ത്രധാരണത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദീനില്ലായ്മയുടെ വ്യക്തമായ ഉത്തരവാദിത്തം ആർക്കാണ്? അത് വാങ്ങാൻ പണം കൊടുക്കുന്ന വാപ്പാക്കാണ്, അത് വാങ്ങിക്കൊടുക്കുന്ന ഉമ്മമാർക്കാണ്. വാപ്പമാർക്ക് ഞാൻ പറഞ്ഞതുപോലെ ട്രഷറർ പണിയായതുകൊണ്ട് പണം കൊടുക്കലേ ഉള്ളൂ. പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ സാധാരണ ഉപ്പാപ്പന്മാർ റമദാൻ പകുതി ആകുമ്പം അല്ലെങ്കിൽ അവസാനമാകുമ്പം മാർക്കറ്റിൽ പോയി ഓരോരുത്തർക്കും ആവശ്യമുള്ള വസ്ത്രങ്ങളും ചെരുപ്പും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് തരും. പോകുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഓരോരുത്തരുടെയും കാലിങ്ങനെ ഒരു വെള്ള പേപ്പറിൽ വെച്ചിട്ട് പെൻസിൽ കൊണ്ട് കാലിൻ്റെ അളവ് വരയ്ക്കാറുണ്ടായിരുന്നു പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ. നിങ്ങളിൽ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉപ്പാപ്പ അല്ലെങ്കിൽ വാപ്പ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഒരു വെള്ള പേപ്പറിനകത്ത് ഇങ്ങനെ കാല് വെപ്പിക്കും, എന്നിട്ട് ഓരോരുത്തരുടെ കാലിൻ്റെയും അളവ് വരച്ചുകൊണ്ട് പോകും. അവിടെ പോയി ആ കാലിന് കണക്കായിട്ട് ചെരുപ്പ് അവർ വാങ്ങും, ഡ്രസ്സ് വാങ്ങും. നമ്മളെ പുതിയ യുഗത്തിൽ മാപ്പിള എന്ന് പറയുന്ന ആൾക്ക് പ്രസിഡന്റ്ഷിപ്പ് ഇല്ലാതെ ട്രഷറർഷിപ്പ് മാത്രമായതുകൊണ്ട് ഇന്നത്തെ ഭാര്യമാർ പറയും. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പണ്ടൊക്കെ ഡ്രൈവർക്ക് വേണ്ടിയിട്ടെങ്കിലും ഭർത്താവ് പോകണമായിരുന്നു, അല്ലേ? ഡ്രൈവർ പണിയെടുക്കാൻ വേണ്ടിയിട്ടേ ടെക്സ്റ്റൈൽസുകളുടെ മുമ്പിൽ ചില കാറുകൾ നിർത്തിയിട്ടിട്ട് AC ഇട്ടിങ്ങനെ മലന്ന് കിടക്കുന്ന ഒരു മുതലാളിയെ കാണാം. എന്താ സംഗതി? ഓ, എൻ്റെ ഓളും മക്കളും ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് പർച്ചേസ് ചെയ്യാൻ, ഞാൻ ഡ്രൈവറായിട്ട് വന്നതാണ്, ഇറങ്ങി വരുന്നത് വരെ ഇവിടെ കാത്തുക്കുക, അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അങ്ങനെ കുറച്ച് കൊല്ലം മുമ്പ് വരെ നമ്മുടെ മാപ്പിളമാർക്ക് ഡ്രൈവർ പണി ഉണ്ടായിരുന്നു. ഇപ്പം ഡ്രൈവർ പണി അവരെടുത്തു. അവർക്ക് സ്വന്തം ഡ്രൈവർമാരുണ്ട്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. അതുകൊണ്ട് മാപ്പിളമാരെ അതിനുപോലും അവർക്ക് വേണ്ട. എന്താ പറയുന്നതെന്നറിയോ? ഹലോ, നിങ്ങൾ ഒഴിക്കണേ, ഫ്രണ്ടും ബാക്കും എല്ലാം പൂട്ടണേ, ഞങ്ങൾ പോയിട്ട് വരാം. പിന്നെ നിങ്ങൾ ആ കറക്റ്റ് അളവൊന്നും നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് വേണ്ടത് നമ്മൾ എടുത്തുകൊണ്ട് വരാം, നിങ്ങൾക്ക് വേണ്ടത് നമ്മൾ എടുത്തുകൊണ്ട് വരാം. ബഹുമാനപ്പെട്ടവൾ കൊണ്ടുവന്ന് തരുന്നത് ഇട്ടോണം, അതെന്ത് കോന്തനാണെങ്കിലും സഹിച്ചോണം, നമ്മുടെ ഇഷ്ടത്തിനൊന്നും ഒരു ബുദ്ധിമുട്ട്. ഞാൻ വെറുതെ തമാശയാക്കി നിങ്ങളോട് പറയുന്നതല്ല. എൻ്റെ മകള് എന്തണിയണമെന്ന് നട്ടലുള്ള വാപ്പ തീരുമാനിക്കണം. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ പുതിയ തലമുറയിലെ പെൺകൊടികൾ ഇന്ന് അണിഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്ത്രധാരണത്തിൻ്റെ പേരിൽ നരകത്തിൽ പോകും അവർ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ, നിബിതങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരും അന്നത്തെ പെൺകുട്ടികൾ വസ്ത്രമണിയും. വസ്ത്രം എന്ന് പറഞ്ഞാൽ മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, നാണം മറയ്ക്കാനുള്ളതാണ്, നാണം മറയ്ക്കാനുള്ളതാണ്. വസ്ത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പൊതിയപ്പെട്ടിരിക്കുന്ന പെണ്ണ് മറഞ്ഞു സൂക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു പെണ്ണ് നടന്നു പോകുമ്പോൾ അത് പെണ്ണാണെന്ന് തിരിച്ചറിയരുത്, പെണ്ണാണെന്ന് തിരിച്ചറിയരുത്. ഒരു കോലം അങ്ങനെ പോകുന്നു, പണ്ട് നമ്മൾ അങ്ങനെയാണല്ലോ, ഒരു കോലം അങ്ങനെ പോകുന്നു, കുറച്ച് ലൂസായിട്ടുള്ള ഒരു മുഖമക്കന അല്ലെങ്കിൽ ബുർക്ക പർദ എന്നൊക്കെ പറയുന്ന സാധനം കുറച്ച് വലുതായിട്ട് അങ്ങ് അണിയും. അതുകൊണ്ട് ഈ നടന്നു പോകുന്നത് ഒറ്റ നോട്ടത്തിൽ ആകർഷണം തോന്നുന്ന 16-കാരിയാണോ, അതല്ല ഇനി മോന്ത കണ്ടാലും തീരെ ആശ വരാത്ത 60-കാരിയാണോ എന്ന് തിരിച്ചറിയാതെ പെണ്ണ് പൊയ്ക്കൊള്ളണം. അതാണ് ഇസ്ലാമിക് കൺസെപ്റ്റ്. അത് പറയുമ്പോൾ ഞാൻ പഴഞ്ചനായാൽ സാരമില്ല, പഴഞ്ചനായിക്കോട്ടെ. പഴഞ്ചനായ വാപ്പയുടെ മക്കൾ എന്നും വാപ്പാൻ്റെ ഒപ്പരം ഉണ്ടാവും. പുതുമയാർജിക്കാൻ ശ്രമിച്ചുകൊണ്ട് മക്കളുടെ കോലക്കേടിന് അനുകൂലമായി ഒപ്പുവെച്ചു കൊടുത്തിട്ട് അവരെ നിരത്തിലൂടെ ഇങ്ങനെ ഇറക്കി വിട്ടാൽ നമ്മുടെ മക്കൾ നമ്മളൊപ്പരം ഉണ്ടാവൂല, ആരാൻ്റെ ഒപ്പരമായിപ്പോവും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയാനൊരു മടി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ എന്നും നമ്മുടെ മക്കളായി നമ്മളോടൊപ്പം ഉണ്ടാകണമെങ്കിൽ, നമ്മളുടെ ഭാര്യമാര് നമ്മളുടെ മാത്രം ഭാര്യമാരായി നമ്മളോടൊപ്പം ഉണ്ടാകണമെങ്കിൽ അവളുടെ വസ്ത്രധാരണം എങ്ങനെയാകണമെന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള വോയിസ് ഉണ്ടാകണം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല, ശരീഅത്ത് പറയുന്നത് പോലെ. ശരീഅത്ത് പറയുന്നു ഒരു പെണ്ണ് അണിഞ്ഞൊരുങ്ങേണ്ടത് ബെഡ്റൂമിൻ്റെ ഉള്ളിലാണ്. ഒരു പെണ്ണ് അണിഞ്ഞൊരുങ്ങേണ്ടത് അവളുടെ വീട്ടിൻ്റെ ഉള്ളിലാണ്. ഒരു പെണ്ണ് അണിഞ്ഞൊരുങ്ങേണ്ടത്, നല്ല വസ്ത്രം അണിയേണ്ടത് അവളുടെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മുമ്പിലാണ്. ഇന്ന് നേരെ തിരിച്ചാണ്. ഞാനത് വെറുതെ പ്രസംഗിച്ചിട്ട് സമയം കളയുന്നില്ല. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. അള്ളാഹു കർക്കശമായ ഭാഷയിൽ പറയാണ്, ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ ദീനീവിരുദ്ധമായ നിലപാടുകളുടെയും ചിന്തകളുടെയും മുമ്പിൽ മുട്ടുമടക്കരുത്. എന്ത് വന്നാലും ശരി, ആ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് അവർക്ക് തോന്നണം. അത് അടിച്ചു പിരിഞ്ഞ് തലാക്കിലെത്തുന്ന രൂപത്തിലല്ല. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 9 ഭാര്യമാരെ ഒന്നിച്ചു കൊണ്ടുപോയി. 9 ഭാര്യമാർ. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ 9 ഭാര്യമാരും നിവർത്തിയില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിവർത്തിയില്ലാത്ത ഏതോ കുടുംബത്തിൽ നിന്നും അങ്ങ് ഉൾപ്രദേശത്തു നിന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
പട്ടിണിക്കുരയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടികളാണെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. നാട്ടിലെ പ്രമുഖരായ വ്യാപാരികളുടെയും വ്യവസായികളുടെയും സമ്പന്നന്മാരുടെയും ഖുറൈശി പ്രമുഖന്മാരുടെയും ഒക്കെ മക്കളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര്. അല്ലാതെ ആപ്പഹുപ്പോളൊന്നും അല്ല. ഞാൻ പറയുന്ന വാക്ക് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ഭാര്യ ഖദീജത്തുൽ കുബ്രയാണ്. ഖദീജത്തുൽ കുബ്ര മക്കയിൽ അറിയപ്പെട്ട പ്രമുഖയായ വ്യാപാരിയാണ്, വലിയ സമ്പന്നയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഭാര്യ ആയിഷ ബീവിയാണ്. ആയിഷ ബീവി മക്കയിലെ പ്രമുഖനായ വ്യാപാരി അബൂബക്കർ സിദ്ദീഖിന്റെ പ്രിയപ്പെട്ട പുത്രിയാണ്. പ്രിയപ്പെട്ടവരെ, അബൂ സുഫിയാനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? മുസ്ലിം ആകാതിരുന്നപ്പോഴും മക്കയുടെ അധിപനാണ്, ആ നാട്ടിലെ രാജാവാണ്, ആ നാട്ടിലെ പ്രമുഖനാണ്. അബൂ സുഫിയാന്റെ പ്രിയപ്പെട്ട പുത്രി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് നിങ്ങൾ എണ്ണി നോക്കിക്കോ. ഹഫ്സ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? അന്നും ഇന്നും പേര് കേൾക്കുമ്പോൾ ലോകം മുഴുവൻ കിടുകിട വിറയ്ക്കുന്ന, ഖുറൈശികൾക്ക് എന്നും പേടി സ്വപ്നമായിരുന്ന, ആരുടെ മുമ്പിലും ഒരിക്കൽ പോലും തലകുനിച്ചിട്ടില്ലാത്ത ഖത്താബിന്റെ മകൻ ഉമറിന്റെ പ്രിയപ്പെട്ട പുത്രിയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹാ. ഇങ്ങനെ ഓരോരുത്തരെ എണ്ണിക്കോളൂ പ്രിയപ്പെട്ടവരെ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനത്തെ പ്രമുഖരായ കുടുംബത്തിൽ നിന്ന് വന്ന പെൺകുട്ടികളെ നല്ല ഭാര്യമാരാക്കി ഒപ്പം കൊണ്ടു നടന്നു. ഒരു കശവിഷയം ഉണ്ടായില്ല, ഒരു കുഴപ്പമുണ്ടായില്ല. എന്താ കാരണം എന്നറിയോ? പ്രസിഡന്റ് ആകണ്ടപ്പോൾ പ്രസിഡന്റ് ആകും, വീടടിച്ചു വാരി വേലക്കാരനാകണ്ടപ്പോൾ അവർക്ക് വേണ്ടി അതും ചെയ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതും ചെയ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഉപ്പ പണ്ട് പറയാറുണ്ടായിരുന്നു, ഒരു പട്ടാളക്കാരൻ കമാൻഡറിന്റെ നേതൃത്വത്തിൽ, എൻ്റെ ഉപ്പ അങ്ങനത്തെ ഒരു ഓഫീസറായിരുന്നു കുറച്ചു കാലം. എൻ്റെ ഉപ്പ അണിയാത്ത വേഷങ്ങളൊന്നുമില്ല, എല്ലാ വേഷവും അണിഞ്ഞിട്ടുണ്ട്. ഒരു ഫോട്ടോ ഞങ്ങളുടെ വീട്ടിലുണ്ട്, പണ്ട് വലിയ പഴയ പോലീസ് ഓഫീസറുടെ തൊപ്പിയൊക്കെ അണിഞ്ഞിട്ട് മീശ മേലോട്ട് ചുരുട്ടിയവർ. അങ്ങനത്തെ ഓഫീസറിൻ്റെ കോലത്തിൽ തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക്, പട്ടാളക്കാർക്ക് കവാത്ത് പഠിപ്പിക്കുകയായിരുന്നു. കവാത്ത് പഠിപ്പിക്കുക അങ്ങനെ ഉണ്ടല്ലോ പണ്ട്, ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പഠിപ്പിക്കുന്നില്ലേ? അങ്ങനെ കവാത്ത് പഠിപ്പിക്കുകയാണ് കമാൻഡർ, കേണൽ. പഠിപ്പിക്കുന്നതിനിടയിൽ അയാൾ വെറുതെ ഒരു തമാശയ്ക്ക് പറഞ്ഞു, എല്ലാവരും വരിവരിയായി നിൽക്കല്ലേ, വരിവരിയായി അറ്റൻഷൻ, എല്ലാവരും വരിവരിയായി നിന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ കൂട്ടത്തിൽ തൻ്റെ ഭാര്യയെ പേടിയുള്ളവർ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കണം. ഞാൻ 1 എന്ന് പറയുമ്പം ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കണം, ഭാര്യയെ പേടിയുള്ളവർ. അപ്പോൾ ഇങ്ങനെ നിരന്ന് പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഫലസ്തീനികളുടെ മേലെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ബോംബിട്ട് കൊല്ലുക എന്ന് പറയുന്ന ക്രൂരകൃത്യം മാത്രം ചെയ്യുന്ന ഭയങ്കര വില്ലാളി വീലന്മാരായ, ആചാനബാഹുക്കളായ, ക്രൂരഹൃദ്യന്മാരായ ആളുകളോടാണ് പട്ടാള കമാൻഡർ പറയുന്നത്, ഭാര്യയെ പേടിയുള്ളവർ ഞാൻ 1 2 3 പറയുമ്പോൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കണമെന്ന് പറഞ്ഞു. ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കണം. അങ്ങനെ എല്ലാവരെയും അറ്റൻഷൻ നിർത്തിയിട്ട് കമാൻഡർ പറഞ്ഞു 1 2 3 എന്ന് പറഞ്ഞു. മുഴുവൻ ആളുകളും വളരെ പെട്ടെന്ന് ഒരു കാല് മുമ്പോട്ട് വെച്ചു. ഭാര്യയെ പേടിയുള്ളവരെല്ലാം ഒരു കാല് മുമ്പോട്ട് വെച്ചു. ഒരാൾ മാത്രം നല്ല നട്ടലുള്ള ഭർത്താവായിട്ട് കാല് മുമ്പോട്ട് വെക്കാതെ ഇങ്ങനെ അറ്റൻഷനിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര മതിപ്പായി. ആ കമാൻഡർക്ക് ഭയങ്കര ഒരുത്തനെങ്കിലും ഉണ്ടല്ലോ നട്ടലുള്ള ആള്. പള്ളിയിൽ വന്നാൽ എന്തോ ഒരു വത്തന അല്ലേ? ഉസ്താദന്മാർ ഇടത്തോട്ട് തുപ്പിയാൽ കുഴപ്പമാണ്, വലത്തോട്ട് തുപ്പിക്കൂടെ എന്ന് ചോദിക്കുക. വലത്തോട്ട് തുപ്പിയാൽ കുഴപ്പമാണ്, ഇടത്തോട്ട് തുപ്പിക്കൂടെ. ഉസ്താദന്മാർ തുപ്പുന്നത് എങ്ങോട്ടാന്ന് പോലും നോക്കാൻ ഇവിടുത്തെ നേതാക്കന്മാർക്ക് ഭയങ്കര പവറാണ്. കാരണം എന്താണെന്നറിയോ? പുരക്ക് പോയിട്ട് മിണ്ടാൻ പറ്റൂല. അവൻ പൈസ കൊടുത്ത് വാങ്ങി വെച്ച അവൻ്റെ വാഷ് ബേസിനിൽ അവനൊന്ന് തുപ്പിയാൽ ആരാണ് പേര് വെറും വാഷ് ബേസിൻ തുപ്പി വടക്കാക്കാനായിട്ട് അല്ല പറയുന്നില്ലേ? ഇല്ലേ? എൻ്റെ അടുക്കൽ മധ്യസ്ഥത്തിന് വന്ന ഒരു സഹോദരൻ പ്രധാനമായും തൻ്റെ ഞാൻ പറഞ്ഞില്ല, ഞാൻ വെറുതെ ഒന്നും പറയില്ല. അഥവാ നിങ്ങൾ എതിർത്താൽ ഞാൻ ആളെ തൊട്ട് കാണിക്കും. അതുകൊണ്ട് പേടിക്കണം, എൻ്റെ വർത്തമാനത്തെ നിങ്ങൾ പേടിക്കണം. മധ്യസ്ഥത്തിന് വന്ന ഒരു സഹോദരൻ പ്രധാനമായും എന്നോട് പറഞ്ഞൊരു എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ പൈസ കൊടുത്തുണ്ടാക്കിയ എൻ്റെ പുരക്ക് ഞാനൊന്ന് കാർക്കിച്ചിട്ട് വാഷ് ബേസിനിൽ തുപ്പിയപ്പോഴേക്കും എൻ്റെ മക്കളെയും പ്യാപ്പിളുടെയും മുമ്പിൽ നിന്ന് എന്നെ അവൾ ആക്ഷേപിച്ചു, കളിയാക്കി. അല്ലേ? അങ്ങനെയാണ്. നമുക്ക് ഒന്ന് തുപ്പാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. പണം കൊടുത്ത് വീടുണ്ടാക്കിയത് ഞാനാ, വാഷ് ബേസും വാങ്ങിയത് ഞാനാ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ തുപ്പാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത വീടുകളിൽ വീർപ്പ് മുട്ടുന്ന നേതാക്കന്മാർ പള്ളിയിലേക്ക് വന്നിട്ട് പാവം മൂല്യന്മാരുടെ തോളെ കയറുക എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു പ്രതിഭാസമാണ്. അതുപോട്ടെ, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് സമയം കളയുന്നില്ല. ഈ നിലയിൽ നട്ടലുള്ള ഒരു ആളെങ്കിലും എൻ്റെ പട്ടാളക്കാരുടെ കൂട്ടത്തിലുണ്ടല്ലോ, ഓളപ്പേടിയില്ലാത്ത ഒരുത്തനെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അരികിൽ ചെന്നിട്ട് കമാൻഡർ ചോദിച്ചു, അല്ല നിനക്ക് നിൻ്റെ ഓളപ്പേടിയില്ലേ?
എൻ്റെ ഓള് പേടിയില്ലേ? ഉണ്ട് സാറേ. പിന്നെന്താ ഞാൻ പറഞ്ഞപ്പോൾ കാല് മുമ്പോട്ട് വെക്കാഞ്ഞത്? സാറേ, ഇത് മുമ്പോട്ട് വെക്കണമെങ്കിൽ ഓളോടൊരു അഭിപ്രായം ചോദിക്കണ്ടേ? അല്ല, ഓളോട് ചോദിക്കാണ്ടെങ്കാലും ഞാൻ ഈ കാല് മുമ്പോട്ട് വെച്ചാൽ ഇന്ന് രാത്രി എനിക്ക് ഉറക്കുവാൻ കഴിയോ റബ്ബേ, അതുകൊണ്ടാണ് ഞാൻ പേടിച്ചിട്ട് മുമ്പോട്ട് വെക്കാഞ്ഞത് എന്ന് അവൾ പറഞ്ഞു എന്നാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തമാശയ്ക്കാണെങ്കിലും ഞാൻ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാർക്ക് അർറിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്. അർറിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്. അല്ലാഹു പറയാ, പുരുഷന്മാർക്ക് അല്ലാഹു തആല സ്ത്രീകളുടെ മേൽ ഒരാധിപത്യം നൽകിയിട്ടുണ്ട്, ഒരധികാരം നൽകിയിട്ടുണ്ട്. ആ ആധിപത്യവും അധികാരവും പാവം പെണ്ണിനെ പീഡിപ്പിക്കാനല്ല, ഉപദ്രവിക്കാനല്ല, വേദനിപ്പിക്കാനല്ല. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങളുടെ നാവ് കൊണ്ടൊരു വാക്ക് പറഞ്ഞ ആ പാവം പെണ്ണിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് പോലും മഹാപാപമാണ്. പെണ്ണിനെ വേദനിപ്പിക്കരുത്. പക്ഷേ ആ പെണ്ണിനെ നിലയ്ക്ക് നിർത്തി സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്ന മഹത്തായ ഒരു ഉത്തരവാദിത്വം നിങ്ങളുടെ കയ്യിൽ അധികാരമായി അള്ളാഹു ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവൾക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രം ഇസ്ലാമികമായിരിക്കണം നിർബന്ധമായും. നിങ്ങളുടെ വളർന്നു വരുന്ന പെൺകുട്ടികൾ 10 വയസ്സല്ലേ ഉള്ളൂ, 12 വയസ്സല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ 6 വയസ്സല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ പെൺകുട്ടികൾക്ക് നിങ്ങൾ ടൈറ്റ് ജീൻസും ഷർട്ടും ഇടുന്ന ഇന്നത്തെ ഒരു ദുഷിച്ച രീതി ഉണ്ടല്ലോ. ഇന്നത്തെ ഒരു ദുഷിച്ച രീതി, എനിക്കതിനെക്കുറിച്ചിട്ട് പറയാൻ വാക്കുകൾ അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ പറയാൻ മടിയും വിഷമവുമായതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇന്ന് നിരത്തിലൂടെ ഇറങ്ങി നടക്കുമ്പം അവരുടെ കൂട്ടത്തിലുള്ള ഉമ്മാമ്മമാരുടെ കോലം കണ്ടാൽ ഇവർ മുസ്ലിമാണെന്ന് പറയും. പിന്നെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ഒരു മോശപ്പെട്ട ഒരു പ്രവണത എന്താന്ന് വെച്ചാൽ, ഒരു ടൈറ്റ് പാൻറ് ഇടുക, അതിൻ്റെ മേലെ അതുപോലത്തെ ഒരു കുഞ്ഞു കുപ്പായം വലിച്ചു കയറ്റുക, കണ്ടാൽ ആണാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ വസ്ത്രമണിയുക, അതൊരു പുരോഗതിയാണെന്ന് തെറ്റിദ്ധരിക്കുക. എന്നിട്ട് ഞാൻ മുസ്ലിം കുടുംബത്തിലെ മാപ്പിളച്ചിയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കാർഫ് മുഖത്ത് വലിച്ചു കെട്ടുക. ചിലപ്പോഴെങ്കിലും ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, ദയവ് ചെയ്ത് ഈ സ്കാർഫ് അങ്ങ് എടുത്ത് കളഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർക്കൊരു മനസമാധാനം കിട്ടുമല്ലോ. നീ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട പെണ്ണാണെന്ന് അറിയിച്ചുകൊണ്ട് ഈ വൃത്തികെട്ട കോലം കെട്ടുമ്പം വല്ലാത്ത മനോവേദനയുണ്ട്. പ്രിയപ്പെട്ടവരെ, എനിക്ക് തോന്നുന്നു ഞാനിതൊരു 2-3 ആഴ്ച മുമ്പ് പറയണമായിരുന്നു. കാരണം ഈ ഇരിക്കുന്ന നമ്മളൊക്കെ പണം കൊടുത്തിട്ട് നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾക്ക് പുതിയ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള വസ്ത്രം വാങ്ങിക്കഴിഞ്ഞു കാണും. ഇനി ഇത് പറഞ്ഞിട്ട് എന്താ വേണ്ടേന്നാണ് ഇപ്പം എന്നെ കേൾക്കുന്നവരൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് തമാശയായി കണക്കാക്കരുത്. നമ്മുടെ പെൺകുട്ടികളും പെണ്ണുങ്ങളും അവരണിയുന്ന വസ്ത്രം അള്ളാഹു ഇഷ്ടപ്പെടുന്ന നിലയിലായിരിക്കണം. അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടുന്ന നിലയിലായിരിക്കണം. അതിനെതിരായ നിലയിൽ നമ്മുടെ കുട്ടികളുടെ സംസ്കാരം ദുഷിക്കുക, നമ്മളുടെ പെണ്ണുങ്ങളുടെ ലജ്ജ നഷ്ടപ്പെടുക, നമ്മളുടെ പെണ്ണുങ്ങളുടെ സൗന്ദര്യത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ സാധിക്കുക, അതുപോലെയുള്ള വസ്ത്രധാരണമോ പ്രവർത്തനങ്ങളോ നടത്തമോ ഉണ്ടായാൽ അവരെ കണിശമായ നിലയിൽ കൺട്രോൾ ചെയ്യുകയും നിയന്ത്രണത്തിന് വിധേയമാക്കുകയും ചെയ്യേണ്ടത് ഒരു പുരുഷന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്നും രക്ഷപ്പെടാൻ, മാറി നിൽക്കാൻ ഒരാൾക്ക് സാധിക്കൂല. ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഇൻ വംറഅത ലൂത്ത് കാനതാ തഹത അബ്ദൈനി. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഇന്ന് ഓതിക്കേട്ട ആയത്തുകളല്ലേ പ്രിയപ്പെട്ടവരെ. 2 പ്രധാനപ്പെട്ട നബിമാരുടെ കൂട്ടത്തിൽ അവരോടൊപ്പം ഉണ്ണുകയും അവരോടൊപ്പം ഉറങ്ങുകയും അവരുടെ ഭാര്യാപദം അലങ്കരിക്കുകയും അവരുമായി സഹകരിച്ച് ജീവിക്കുകയും ചെയ്തവർ അനുസരണക്കേടിന്റെ പേരിൽ, ഭർത്താവിനെ അനുസരിക്കാത്തതിന്റെ പേരിൽ, മാപ്പിള പറഞ്ഞു കേൾക്കാത്തതിന്റെ പേരിൽ, അഥവാ മാപ്പിള പ്രബോധനം ചെയ്യുന്ന പ്രസംഗിക്കുന്ന പരിശുദ്ധ സംസ്കാരത്തിനനുസരിച്ചിട്ട് തന്നോടൊപ്പം ജീവിക്കുന്ന പെണ്ണ് അനുകൂലമായി ജീവിക്കാത്തതിന്റെ പേരിൽ ആ 2 നബിമാരുടെ ഭാര്യമാരെയും അള്ളാഹു നരകത്തിലാക്കി കളഞ്ഞു എന്ന് ഖുർആൻ പറയുകയാണ്. സംഗതി നബിയുടെ ഭാര്യ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സംഗതി മൂല്യാരുടെ ഉസ്താദിന്റെ പ്രാസംഗികന്റെ വായുവിന്റെ തങ്ങളുടെ ഒക്കെ ഭാര്യ. പക്ഷേ അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അവർ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് നിർബന്ധമായും നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കണം, പെണ്ണുങ്ങളെ നിയന്ത്രിക്കണം. അത് നിർബന്ധമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൊട്ടപ്പുറത്ത് ഫറോവയോടൊപ്പം ജീവിച്ച ഒരു പെണ്ണിന്റെ ഉദാഹരണത്തെ മൂമിനീങ്ങളായ നമുക്ക് ഉപമയാക്കി. വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ഫിർഔനോടൊപ്പം ആരാ ഫിർഔൻ? ഭൂമി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അക്രമിയാണ്, ഭൂമി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ധിക്കാരിയാണ്. ഞാനാണ് ദൈവം എന്ന് പറയാൻ പോലും ധൈര്യവും ധാർഷ്ട്യവും കാണിച്ച ദുഷ്ടനാണ്. പക്ഷേ പാവം ഒരു സ്ത്രീ അവനോടൊപ്പം ജീവിച്ചു, സഹിച്ചു, ക്ഷമിച്ചു. പീഡനങ്ങൾ, വേദനകൾ, വിഷമങ്ങളൊക്കെ സഹിച്ചു, ക്ഷമിച്ചു. പ്രിയപ്പെട്ടവരെ,
ജീവിച്ചത് ഫിറഔന്റെ ഭാര്യയായിട്ടാണെങ്കിലും, ജീവിച്ചത് കടന്നുറങ്ങിയത് ഫിറോന്റെ കൂടെയാണെങ്കിലും നല്ലവളായപ്പോൾ റബ്ബിബ്നിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്കും മക്കൾക്കും ഒക്കെ ഈ നിലയിലുള്ള മാനസികാവസ്ഥ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ, ഇവിടെ ഞാൻ ചിലപ്പം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും നാണക്കേട് സഹിക്കേണ്ടി വരും അല്ലേ? ഇത്രയും വലിയ പൈസക്കാരനായ ഒരുത്തൻ്റെ ഭാര്യയായിട്ട് നിനക്കൊരു നല്ല കുണിയും കുപ്പായം ഇട്ടൂടെ? ഒരു മംഗലത്തിന് വരുമ്പം എല്ലാവരും കൂടിയ സാധനം ഇട്ടിട്ട് വരുന്നത്, നീ മാത്രം എന്താ ഇങ്ങനെ ഒരു കറുത്ത ബുർക്കയുടെ ഉള്ളിൽ ഒളിഞ്ഞു വരുന്നത്? ആളുകൾ ചോദിക്കാനിടയുണ്ട്. നിന്റെ വസ്ത്രത്തിൻ്റെ പേരിൽ, നിന്റെ ജീവിത രീതിയുടെ പേരിൽ ഒരു പക്ഷേ നിന്നെ പഴഞ്ചനാണെന്ന് പറഞ്ഞ് കളിയാക്കാൻ, പരിഹസിക്കാൻ നാട്ടുകാർ ശ്രമിക്കും. പരിഹസിച്ചോട്ടെ, കളിച്ചോട്ടെ, കളിയാക്കിക്കോട്ടെ, എനിക്കതൊന്നും പ്രശ്നമല്ല. പടച്ചവനെ, ഇബ്നിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലി. ഒരു ഭാഗത്ത് ഫറോവയുടെ കൊട്ടാരത്തിൽ രാജ്ഞിയായ നിലയിൽ എനിക്ക് വാണരുളാം. രാജ്ഞി എന്ന് പറഞ്ഞാൽ എത്ര പദവി? രാജാവിൻ്റെ അല്ലല്ലോ, അന്നത്തെ ദൈവത്തിൻ്റെ ഭാര്യയായി എനിക്ക് ജീവിക്കാം. അത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അടങ്ങി ഒതുങ്ങി പടച്ചവനെ പേടിച്ചിട്ട് സൂക്ഷിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ പേരിൽ അള്ളാഹുവേ, എനിക്ക് സ്വർഗത്തിലൊരു ഭവനം തരണേ, എനിക്ക് സ്വർഗത്തിലൊരു ഭവനം തരണേ. അത് മതി. നമ്മുടെ പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിൽ ഭവനം കിട്ടിയാൽ മതി, സ്വർഗത്തിൽ വസ്ത്രം കിട്ടിയാൽ മതി, സ്വർഗത്തിൽ അംഗീകാരം കിട്ടിയാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മുഫസ്സിറുകളായ മഹാന്മാർ പറഞ്ഞു, ഫറോവയുടെ പീഡനങ്ങളും വേദനകളും ഒക്കെ സഹിച്ചുകൊണ്ട് ക്ഷമിച്ചു കഴിഞ്ഞുകൂടിയ ആസിയ ബീവി റളിയല്ലാഹു അൻഹ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ ഒരു സ്ഥാനം കൊടുക്കും, ഒരിടം കൊടുക്കും എന്ന് മാത്രമല്ല, നമ്മളുടെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രിയപ്പെട്ടവളായി എന്നേക്കുമായി താമസിപ്പിക്കുമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഭാര്യമാർക്ക്, നമ്മളുടെ പെൺമക്കൾക്ക് താൽക്കാലികമായി ഭൗതിക ജീവിതത്തിൽ അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് ആഖിറം നഷ്ടപ്പെടുത്താനുള്ള വഴികളല്ല നമ്മൾ തുറന്നു കൊടുക്കേണ്ടത്. താൽക്കാലികമായ ഈ ജീവിതത്തിൽ അടങ്ങി ഒതുങ്ങി വീട്ടിൻ്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടിയിട്ട് വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജന തബറുജൽ ജാഹിലിയത്തുൽ ഊലാ, ഇസ്ലാം വരുന്നതിന് മുമ്പ് ജാഹിലിയത്തിന്റെ പേരിൽ അഴിഞ്ഞാട്ടം നടത്തുകയും അടിച്ചുപൊളിച്ച് ജീവിക്കുകയും ചെയ്ത പെണ്ണുങ്ങളെ പോലെ നിങ്ങൾ ജീവിക്കരുത് എന്ന് നമ്മുടെ പെണ്ണുങ്ങളോട് നമ്മൾ പറയണം. പെൺമക്കളോട് നമ്മൾ, മോളെ അത് നമുക്ക് പറ്റിയതല്ല, മോളെ ആ വസ്ത്രം നമുക്ക് പറ്റിയതല്ല, അത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചതാണ്, ശരീഅത്ത് നിരോധിച്ചതാണ്, നമുക്കിവിടെ വേണ്ട, ഇവിടെ നമ്മളത് മാറ്റിവെച്ചാൽ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കത് തരും. ആലിയഹും സിയാബു സുന്ദുസിൻ ഖുദറിൻ വഇസ്തബ്റഖിൻ വഹുല്ലു അസാവിറ മിൻ ഫില്ല വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറ. അവസാനം നമ്മൾ ഓതി നിർത്തിയ വചനങ്ങളിൽ അതിനെക്കുറിച്ചിട്ടല്ലേ പറഞ്ഞത്? നമ്മൾ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, മോളെ ഇന്ന് നമ്മൾ ക്ഷമിച്ചാൽ, ഇന്ന് നമ്മൾ സഹിച്ചാൽ, പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമ്മൾ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ ശ്രമിച്ചാൽ നാളെ പരലോകത്ത് എന്നേക്കുമായി സ്വർഗം തുറക്കും. ആ സ്വർഗത്തിൽ നമുക്ക് അല്ലാഹു തആല ആനന്ദങ്ങൾ നൽകും, ആഹ്ലാദങ്ങൾ നൽകും, ആഘോഷങ്ങൾ നൽകും. അവിടെ സിയാബു സുന്ദുസിൻ ഖുദറിൻ വഇസ്തബ്റഖിൻ വഹുല്ലു അസാവിറ മിൻ ഫില്ലത്തിൻ വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറ. അർത്ഥമാക്കണോ? അങ്ങനെ പെട്ടെന്ന് അർത്ഥം വെക്കാൻ കഴിയില്ലല്ലോ. ദീർഘമായ ആയത്തുകൾ അതിനുശേഷം നമ്മൾ ഓതിക്കേട്ടു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ നിഅമത്തുകളെ കുറിച്ചിട്ട്, കാലാകാലം നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് ആശ വെപ്പിക്കണം നമ്മുടെ മക്കളുടെ മനസ്സിൽ, ആഗ്രഹം ജനിപ്പിക്കണം. എന്നിട്ട് അതിനു വേണ്ടി ബാപ്പാ എനിക്കിത് വേണ്ട എന്ന് പറയിപ്പിക്കണം. ബാപ്പാ എനിക്കത് വേണ്ട, ബാപ്പാ എനിക്കത് വേണ്ട എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര പോകുമ്പോൾ ഫാത്തിമ ബീവിയുടെ വീട്, ഭാര്യമാരുടെ വീടൊക്കെ സന്ദർശിക്കും. തങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട പുത്രിയാണ് ഫാത്തിമ. അതുകൊണ്ട് എവിടെങ്കിലും യാത്ര പോകുമ്പോൾ അവസാനമായി ഫാത്തിമ ബീവിയെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കും. നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാറുണ്ടോ? കൊടുക്കണം. നമ്മൾ പെൺകുട്ടികളൊക്കെ പ്രത്യേകിച്ച് മുത്തം കൊടുക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാനപ്പെട്ട സുന്നത്ത. നബി തങ്ങൾ മുത്തം കൊടുക്കും, എന്നിട്ടാണ് യാത്ര പോവുക. യാത്ര മടങ്ങി വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിച്ച് പൊതുജനങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് നാട്ടുവിശേഷങ്ങളൊക്കെ ചോദിക്കും. എന്നിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ആദ്യം പോകുമായിരുന്നത് ഫാത്തിമ ബിയുടെ വീട്ടിലേക്കാണ് റളിയല്ലാഹു അൻഹ. പ്രിയപ്പെട്ട പുത്രിയോടുള്ള സ്നേഹമാ, മുഹബ്ബത്ത. ആദ്യം ഫാത്തിമ ബിയുടെ വീട്ടിൽ പോയി മോളെ കണ്ടു, പേരക്കിടാങ്ങളെ കണ്ടു, അവരെ വാരി
തോളിലിരുത്തി കളിപ്പിച്ചു, ചിരിപ്പിച്ചു, സന്തോഷിപ്പിച്ചു. എന്നിട്ടാണ് ഉപ്പാപ്പ ഭാര്യമാരുടെ വീടുകളിൽ ഓരോന്ന് മാറി മാറി കയറി. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകാപരമായി ജീവിതം നയിച്ച നല്ല വാപ്പയാണ്, നല്ല ഭർത്താവാണ്, നല്ല ഉപ്പാപ്പയാണ്. അള്ളാഹു നമുക്ക് റസൂലുള്ളാഹിനെ പിൻപറ്റാൻ തൗഫീഖ് തരുമാറാകട്ടെ. ഒരു ദിവസം ഇപ്രകാരം യാത്ര കഴിഞ്ഞ് സ്നേഹത്തോടെ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മോളെ കാണാൻ വേണ്ടിയിട്ട് ആദ്യമായി ഫാത്തിമ ബിയുടെ വീട്ടിലേക്ക് പോയപ്പം വീട്ടിൻ്റെ മുമ്പിൽ ഒരു ആകർഷണീയമായ കളറുകളുള്ള ഒരു കർട്ടൻ തൂക്കിയിട്ടിരിക്കുന്നു. ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ അവരുടെ കയ്യിൽ 2 ചെറിയ വളകൾ കണ്ടു എന്ന് പറഞ്ഞാൽ 24 ക്യാരറ്റിൻ്റെ 91.6 എന്തോ അങ്ങനത്തെ വലിയ സാധനമൊന്നുമല്ല, ചെമ്പിൻ്റെതാണോ ഇരുമ്പിൻ്റെതാണോ എന്നറിയില്ല. അങ്ങനത്തെ 2 വളകളും കർട്ടനും ഫർണിഷിങ്ങും ഒക്കെ കണ്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തുനിന്ന് തന്നെ ഇതൊക്കെ നോക്കിയിട്ട് ദേഷ്യം പിടിച്ചിട്ട് തിരിച്ചങ്ങ് പോയി എന്നാണ് ഹദീസിൽ. തിരിച്ചങ്ങ് പോയി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കോപാകുലനായി, കോപിഷ്ഠനായി പള്ളിയിൽ പോയി. ആ വീട്ടിൽ കയറിയില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് അവരുടെ വീട്ടിൽ ഒരു കളറുള്ള തുണി കൊണ്ട് കർട്ടൻ ഇട്ടാൽ നരകത്തിൽ പോവോ? തെറ്റാണോ? മോശമാണോ? ഇസ്രാഫാണോ? ഒരു പെണ്ണെന്ന നിലയിൽ കൈകളിൽ 2 വളകൾ അണിഞ്ഞാൽ നരകത്തിൽ പോവോ? നമ്മൾ ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണ്ടെന്നാണ് പ്രസംഗിക്കുന്നത്. ആഭരണം അത് എത്ര പവനുണ്ടെങ്കിലും അലമാരയിലാണെങ്കിൽ കൊടുക്കണ്ട, കഴുത്തിലാണെങ്കിൽ കൊടുക്കണ്ട എന്നൊക്കെ നമ്മൾ പറയാൻ എങ്ങനെ ധൈര്യം വരുന്ന അള്ളാഹു ആലം. ഏതായിരുന്നാലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബിയുടെ കയ്യിൽ വളകൾ കണ്ടിട്ട്, അവളുടെ വീട്ടിൽ അണിയിച്ചിട്ടുള്ള ഫർണിഷിങ്ങിൻ്റെ സാധനങ്ങൾ കണ്ടിട്ട് ദേഷ്യം പിടിച്ചു പോയി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് തങ്ങളോട് മാപ്പ് പറഞ്ഞ് കാല് പിടിച്ച് കാര്യം അന്വേഷിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുമ്പോൾ അഷ്റഫുൽ ഖൽക്ക് എനിക്കും നിങ്ങൾക്കും പാഠമാകാൻ വേണ്ടിയിട്ട് നൽകിയ ഒരു സന്ദേശമുണ്ട്. എന്താണെന്നറിയോ മോളെ? ചെറിയ ഫർണിഷിങ്, ചെറിയ ഫാഷനുകൾ, ചെറിയ അലങ്കാരങ്ങൾ അല്ലേ? ചെറിയ അലങ്കാരം. ഇന്ന് 2 കഡ്ഗം, നാളെ 4 വള, പിന്നെയോ ഒരു നെക്ലേസ്, പിന്നെ ഒരു തൂക്ക്, പിന്നെ നാറ്റ്, എന്തൊക്കെയാ വേണ്ടത്? ഇങ്ങനെ മനുഷ്യന്റെ ആക്രാന്തവും ആർത്തിയും വർദ്ധിക്കും. അതിനനുസരിച്ചിട്ട് തുള്ളാൻ ആണുങ്ങൾ നിന്നാൽ അവർക്ക് കടം കയറും. അവർ ലോൺ എടുക്കേണ്ടി വരും, പലിശയ്ക്ക് വാങ്ങേണ്ടി വരും, വാങ്ങേണ്ടി വരും. വായ്പ എന്നല്ല പറയൽ? നിങ്ങൾ എന്താ പറയല്? വായ്പയെന്നോ ആണ്? എവിടുന്ന ഈ വായ്പയെന്ന് കിട്ടിയത്? വായ്പോ ആണ്. നമ്മൾ വായ്പയ്ക്ക് വേണ്ടിയിട്ട് ഹലാലായി ആരോടെങ്കിലും ചോദിച്ചാൽ ആരും തരൂല. ആരാ തരാ വായ്പ? പിന്നെ നാട്ടിലെ അണ്ണാച്ചിമാരുടെയും കോപ്പറേറ്റീവ് ബാങ്കുകളുടെയും നമ്മളെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന പലിശക്കാരുടെയും അടുക്കൽ പോയിട്ട് വട്ടിപ്പലിശയ്ക്ക് നമ്മൾ വായ്പ വാങ്ങുകയാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ താമസിയാതെ നീ അവൻ്റെ വായിൽ പോകും എന്നാണ്. അതിനാ വായ്പോ എന്ന് പറയുന്നത്. ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മുടെ നാട്ടിൽ എല്ലാ ഇടങ്ങളിലും കാണുന്ന കൂണുപോലത്തെ ഒരു ബോർഡുണ്ട്, ഒരു സ്ഥാപനമുണ്ട്. എന്താണെന്നറിയോ? മുത്തൂറ്റ് ഫൈനാൻസ്. എല്ലാവർക്കും ഭയങ്കര സഹായമാണ്. നാട്ടിലെ ഏറ്റവും വലിയ ഉദാരമതി ആരാ? സക്കാത്ത് കൊടുക്കുന്ന ആൾ, സദക്ക കൊടുക്കുന്ന ആൾ, ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ആൾ, അതാണെന്ന് എല്ലാവരും പറയുന്നു. മുത്തൂറ്റ് എന്ന് പറഞ്ഞാൽ മുത്തേന്ന് വിളിച്ചിട്ട് ഊറ്റിയെടുക്കുന്നവൻ. നാടൊട്ടാകെ കൂണ് പോലെ മുത്തേന്ന് വിളിക്കും, ഊറ്റിയെടുക്കും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മൊത്തമൂറ്റുന്നവൻ എന്നാണ് അർത്ഥം. മൊത്തമൂറ്റും. പ്രിയപ്പെട്ടവരെ, ഞാൻ ബോധപൂർവ്വം ഈ രാത്രിയിൽ എന്തിനാ ഇത് പറയുന്നറിയോ? നമ്മുടെ സമുദായം ആഭരണമണിയാൻ, വസ്ത്രമണിയാൻ, പെണ്ണിൻ്റെ ചിത്തത്തിനൊത്ത് തുള്ളാൻ പല സഹോദരങ്ങളും ലോൺ എടുത്തു, വായ്പ വാങ്ങി, ജപ്തിയായി എന്നൊക്കെ പറഞ്ഞു വരുമ്പം ഞാനിങ്ങനത്തെ 100,000 അനുഭവം ഉള്ളതുകൊണ്ട് പറയാം. പലപ്പോഴും എന്തിനാണ് ലോൺ എടുത്തതെന്ന് ചോദിച്ചാൽ പേഴ്സണൽ ലോൺ എടുത്തു. എന്തിനാ പേഴ്സണൽ ലോൺ എടുത്തത്? അത് ഏട്ടത്തിൻ്റെ മംഗലത്തിൻ്റെ സമയത്ത് ഒന്ന് മിനുങ്ങാൻ വേണ്ടിയിട്ട് എടുത്തതാണ് പേഴ്സണൽ ലോൺ. അങ്ങനെ എല്ലാ പെൺകുട്ടികൾക്കും പേഴ്സണൽ ലോണാണ്, ആൺകുട്ടികൾക്ക് പേഴ്സണൽ ലോണാണ്. എവിടുന്നെല്ലാം വായ്പോ വാങ്ങാൻ പറ്റുമോ, മൊത്തം ഊറ്റുന്നവൻ്റെ അടുത്ത് നിന്ന് വാങ്ങാൻ പറ്റും, അതൊക്കെ ഈ സമുദായം വാങ്ങിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് വാങ്ങേണ്ടി വരുന്നത്? ഞാൻ ഈ പ്രാവശ്യം ചില ആളുകൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, പെരുന്നാക്കൊന്നും എടുത്തില്ല. എനിക്ക് ആ വർത്താനം അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു, പെരുന്നാക്ക് അങ്ങനെ എടുക്കണമെന്ന് ഇസ്ലാമിൽ നിയമമൊന്നുമില്ല. പെരുന്നാക്ക് അങ്ങനെ പുതിയത് എടുക്കണമെന്ന് ഇസ്ലാമിൽ നിയമമുണ്ടോ? അങ്ങനെ നിയമമൊന്നുമില്ല. നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ഹലാലായ പണമുണ്ടെങ്കിൽ പുതിയതെടുത്താൽ മതി. പ്രിയപ്പെട്ടവരെ, പുതിയതെടുക്കണമെന്ന് നിയമമൊന്നുമില്ല. നമുക്കിത് പുതിയതെടുക്കുന്നത് സുന്നത്താണെന്ന് പഠിപ്പിച്ച നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ചരിത്രം വായിച്ചു നോക്കിയിട്ടുണ്ടോ? പെരുന്നാളിന് അങ്ങനെ പുതിയ വസ്ത്രം വിലയ്ക്ക് വാങ്ങിയിട്ടിട്ടില്ല. തങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഫാത്തിമയ്ക്ക് ഒരു പുതിയ വസ്ത്രം വിലയ്ക്ക് വാങ്ങിക്കൊടുത്തില്ല. തങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ച് പോറ്റി വളർത്തിയ ഹസൻ ഹുസൈൻ എന്ന പേരക്കിടാങ്ങൾക്ക് പുതിയ വസ്ത്രം വിലയ്ക്ക് വാങ്ങിക്കൊടുത്തിട്ട് പെരുന്നാക്ക് ഒരുക്കി കൊണ്ടുപോയിട്ടില്ല. എന്താ കാരണം? എൻ്റെ കീശയിൽ ഹലാലായി
എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുത്താൽ നാളെ പിറ്റേന്ന് കടക്കാരൻ, വായ്പക്കാരൻ, വട്ടിപ്പലിശക്കാരൻ വന്ന് എന്നെയും എൻ്റെ സ്വത്തിനെയും ജപ്ത് ചെയ്ത് നാട്ടുകാരുടെ മുമ്പിൽ നാണക്കേടാക്കി, അല്ലേ, എൻ്റെ ജീവിതം മുഴുവൻ താറുമാറാക്കി കൊണ്ടുപോകാൻ സാധ്യതയുള്ള മാർഗങ്ങളിലൂടെ ഒരിക്കലും നീ പെരുന്നാൾക്ക് പുതിയത് വാങ്ങണ്ട. പുതിയത് വാങ്ങണമെന്ന് നിയമമൊന്നുമില്ല. ഉള്ളതിൽ ഏറ്റവും നല്ലത് അണിയൽ മാത്രമാണ് സുന്നത്ത്. ഉള്ളതിൽ ഏറ്റവും നല്ലത് ഞാൻ എൻ്റെ ഈ ഇട്ടുകൊണ്ടിരിക്കുന്ന വസ്ത്രം കഴുകി വൃത്തിയാക്കി, സാധിക്കുമെങ്കിൽ രാത്രി പോയി കഴുകി വൃത്തിയാക്കി. ഇപ്പം അതിനുള്ള സംവിധാനം ഉണ്ടല്ലോ, നമ്മൾ മെഷീനിൽ ഇട്ട് കൊടുത്താൽ ഉടനെ ഉണങ്ങി കിട്ടും. അതൊന്ന് ഇസ്തിരി ഇട്ടാൽ നാളെ പെരുന്നാൾ നിസ്കാരത്തിന് അത് അണിഞ്ഞുകൊണ്ട് വരാം. അതാണ് സുന്നത്ത്. ആരാൻ്റെ കയ്യിൽ കിടക്കുന്ന പണം അവിഹിതമായ മാർഗത്തിലൂടെ വെട്ടിപ്പലിശയ്ക്ക് വാങ്ങി പേഴ്സണൽ ലോൺ എടുത്ത് മംഗലത്തിനൊരുങ്ങാനും ആഭരണങ്ങൾ വാങ്ങാനും ഒന്നുമുള്ള ത്വരയും ആർത്തിയും ആക്രാന്തവും ഈ സമുദായത്തിൻ്റെ മനസ്സിലുണ്ടാകരുത്. അത് ഇസ്ലാമികമല്ല, അനുവദനീയമല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയോട് ഈ നിലയിൽ പെരുമാറി പഠിപ്പിച്ചത് നമ്മളെയാണ്. അല്ലാതെ അഷ്റഫുൽ ഖൽക്കിൻ്റെ മകൾക്ക്, അല്ലേ, അഷ്റഫുൽ ഖൽക്കിൻ്റെ മകൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ആശയുണ്ടെങ്കിൽ കുറേ ആഭരണം വാങ്ങി കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാ? ആണോ പ്രിയപ്പെട്ട? അല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ നന്നായി ആലോചിക്കണം. നമ്മുടെ കുടുംബങ്ങളോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ പോകണം. അള്ളാഹു ആ നിലയിൽ നമ്മളെല്ലാവരെയും സ്വർഗത്തിലെത്തിക്കുമാറാകട്ടെ. കുടുംബങ്ങളോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ആ കുടുംബനാഥനായി അള്ളാഹു ഉത്തരവാദിത്തം തന്ന പുരുഷന്മാര് അവരെ നിലക്ക് നിർത്തണം, ദീനിയായ നിലയിൽ വളർത്തണം. ദീനിൻ്റെ കാര്യത്തിൽ കണിക്ഷമായ സ്വഭാവവും പെരുമാറ്റവും നമ്മൾ പ്രകടിപ്പിക്കണം. ദുനിയാവിൻ്റെ കാര്യത്തിൽ അവർക്ക് വേണ്ടി നമ്മൾ ഖിദ്മത്തൊക്കെ വേണം. പക്ഷെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയും ഭാര്യമാരെയും അവരുടെ ജീവിത കാര്യങ്ങളിൽ കർശനമായ നിയന്ത്രണത്തിന് വിധേയമാക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ ആയാൽ വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയാതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയാതുഹും, ഈമാനിൻ്റെ മാർഗത്തിൽ വാപ്പയും മക്കളുമൊക്കെ ഒന്നിച്ചിങ്ങനെ ജീവിക്കുമ്പോൾ നാളെ പരലോകത്ത്, ഇന്നലെ പറഞ്ഞില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പേരക്കിടാങ്ങളെയും മോളെയൊക്കെ കെട്ടിപ്പിടിച്ച് ചേർത്തുകൊണ്ട് മക്കളെ നമുക്ക് ഇങ്ങനെ അങ്ങ് സ്വർഗത്തിൽ പോകണം. അതിനാണ് വാപ്പ ഇങ്ങനെ നിങ്ങളെ കർശനമാക്കുന്നത്. അതിനാണ് ഉപ്പാപ്പ നിങ്ങളെ ഇങ്ങനെ കണിശമായ നിലയിൽ വളർത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മക്കളോട് സ്നേഹമുണ്ട്, സ്നേഹം വേണം. ഭാര്യമാരോട് സ്നേഹമുണ്ട്, സ്നേഹം വേണം. തിരിച്ചിങ്ങോട്ട് അവർക്ക് സ്നേഹം വേണം. പക്ഷേ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ സ്വർഗത്തിൽ പോകുന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് നല്ല തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ട് ഈ പുണ്യരാവുകളിൽ, ഈ പുണ്യ പകലുകളിൽ നമ്മൾ ശീലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സ്വഭാവ വൈശിഷ്ട്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ജീവിത രീതിയെക്കുറിച്ചിട്ട് നമുക്കൊരു തിരിച്ചറിവുണ്ടാവണം, അവബോധമുണ്ടാകണം. ഹറാമായ നിലയിൽ, തെറ്റായ നിലയിൽ പിശാചിൻ്റെ കൈകടത്തലുകളും കടന്നുകയറ്റങ്ങളും ഇല്ലാത്ത രൂപത്തിൽ നമ്മുടെ കുടുംബ ജീവിതം നന്നാക്കാൻ നമ്മൾ ശ്രമിക്കണം. മക്കളുടെ ജീവിതം നന്നാക്കാൻ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാത്രി അള്ളാഹു നമ്മളെ മഖ്ബൂലിയങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ഇനിയുള്ള രാപകലുകൾ നല്ല നിലയിൽ ഉപയോഗപ്പെടുത്താനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാൻ നമ്മളുടെ ഹക്കിൽ അള്ളാഹു അനുകൂല സാക്ഷിയാക്കി തീർക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.